നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. GDP വളർച്ചയിൽ ഇന്ത്യ തിളങ്ങുമെന്ന് ലോകബാങ്ക്. വളർച്ചാ അനുമാനം 6.5% ഉയർത്തി. ആഗോള വിപണിയിൽ കുതിച്ച സ്വർണം. ട്രായ് ഔൺസിന് $4000. ഇന്ത്യ ഖത്തർ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാകുമെന്ന് പീയൂഷ് ഗോയൽ. പ്രതിവർഷം 7.5 ദശലക്ഷം ടൺ LNG രാജ്യത്തെത്തുമെന്നും പരാമർശം. അമേരിക്കൻ ഭരണസ്തംഭനം. ഇന്ത്യ-US വ്യാപാര ചർച്ച വൈകിപ്പിക്കാൻ സാധ്യത. നവംബറോടെ ചർച്ചകളിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും വാണിജ്യ മന്ത്രാലയം. വിദേശ കറൻസി സെറ്റിൽമെന്റ് പ്ലാറ്റ്ഫോം ഗിഫ്റ്റ് സിറ്റിയിൽ ഇനി ഇടപാടുകളുടെ കാലതാമസം ഒഴിവാകും. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 136 പോയിന്റ് ഉയർന്ന് 81,926-ലും നിഫ്റ്റി 30 പോയിന്റ് ഉയർന്ന് 25,108-ലും ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ജാസ്മിൻ ജമാൽ ബിസിനസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ജാസ്മിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പയറി ഡേ ആയിരുന്നു. 25,000 എന്നുള്ള ഒരു ലെവൽ മറികടന്നുകൊണ്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും 25,220 എന്നുള്ള ഒരു ഡേ ഹൈ ആയിരുന്നു നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓപ്പണിങ്ങിന് സമാനമായിക്കൊണ്ടുള്ള ഒരു ലോയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യാപാരം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ ഏകദേശം 25,100 എന്നുള്ള ഒരു ലെവൽ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി ഇന്ന് ക്ലോസിംഗ് എടുത്തിരിക്കുന്നത്. ത്രൂ ഔട്ട് ഒരു എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരു വോളറ്റിലിറ്റിയും നമ്മൾ കണ്ടതാണ്. അഗൈൻ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഒരു നേട്ടമുണ്ടായിരുന്നു. ക്ലോസിംഗ് ബേസിസിൽ ഏകദേശം 0.5% നേട്ടം നിലനിർത്തിക്കൊണ്ട് 56,239 എന്നുള്ള ഒരു നിലവാരത്തിലാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ക്ലോസിംഗ് എടുത്തിരിക്കുന്നത്. 134 പോയിന്റുകളുടെ ഒരു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അഗൈൻ സെൻസെക്സിലേക്ക് വരുന്ന സമയത്ത് വളരെ ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു വ്യാപാരമാണ് കണ്ടത്. ഒരു സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് അത്ര ഭേദപ്പെട്ട പ്രകടനമായിരുന്നില്ല ബെഞ്ച്മാർക്ക് ഇൻഡെക്സുകളിൽ കണ്ടത്. ഏകദേശം 400 പോയിന്റിന്റെ ഒരു വ്യത്യാസമാണ്. തുടക്കത്തിൽ നിന്നുള്ള ഒരു 400 പോയിന്റിന്റെ മൂവ്മെന്റ് അത്രയും ഡേ ഹൈയിൽ നിന്നും 400 പോയിന്റുകൾ ഒരു ഇടിവിലേക്കാണ് സെൻസെക്സ് എത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു മാർക്കറ്റിന്റെ റിവേഴ്സലിന് പ്രധാനമായിട്ടും കാരണമായത് എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ പ്രോഫിറ്റ് ടേക്കിംഗ് ആണ്. തുടർച്ചയായിട്ട് എസ്പെഷ്യലി ആക്സിസ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, ട്രെൻഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികളുടെയും ചില ബാങ്കിങ് ഓഹരികളിലും ഉണ്ടായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയാണ് മാർക്കറ്റിനെ കൂടുതൽ മൂവ് ചെയ്യാതെ പിടിച്ചു നിർത്തിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എക്സ്പയറി ഡേയിൽ നമ്മൾ കാണുന്ന ഒരു മൂവ്മെന്റ്സ് തന്നെയാണ്. കാര്യമായിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻസ്, അതോടൊപ്പം തന്നെ വോളറ്റിലിറ്റി ഒക്കെ തന്നെ പ്രകടമായിരിക്കുന്നു. ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു FII സെല്ലിംഗ് ഇന്നും നമുക്ക് വിപണിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മാത്രം ഒരു സെല്ലിംഗ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 313.77 കോടിയുടെ ഒരു ഓഫ് ലോഡിംഗ് ആണ് നമുക്ക് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി കണക്കുകൾ ലഭ്യമായത്. അത് ഇന്നും തുടർന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ബിസിനസ് ഡെസ്കിൽ നിന്ന് ജാസ്മിൻ ജമാലാണ്. മറ്റു വാർത്തകൾ നോക്കാം. GDP വളർച്ചയിൽ ഇന്ത്യ തിളങ്ങുമെന്ന് ലോകബാങ്ക്. വളർച്ചാനുമാനം 6.5% ഉയർത്തി. കരുത്തോടെ നയിക്കുക ഉപഭോക്തൃ വിപണിയെന്നും പരാമർശം. നേരത്തെ 6.3% വളർച്ചയായിരുന്നു ലോകബാങ്കിന്റെ പ്രവചനം. ആഗോള വിപണി, താരിഫ് അടക്കം നിരവധി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇതിനിടെ വളർച്ചാ പ്രതീക്ഷ ഉയർത്തിയത് പ്രസക്തമാണ്. കേന്ദ്ര സർക്കാരിന്റെ നയപരിഷ്കാരങ്ങൾ ആഭ്യന്തര ഉപഭോഗ വിപണിക്കും സാമ്പത്തിക വളർച്ചയ്ക്കും കരുത്താകും. അതിനാൽ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്നും ലോകബാങ്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം 2027 സാമ്പത്തിക വർഷത്തെ വളർച്ചാ അനുമാനം ലോകബാങ്ക് വെട്ടിക്കുറച്ചു. 20 ബേസിസ് പോയിന്റ് താഴ്ത്തി 6.3%-ലേക്കാണ് പരിഷ്കരിച്ചിരിക്കുന്നത്. അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയിലുണ്ടായ താരിഫ് ആഘാതമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ദക്ഷിണേഷ്യയുടെ വളർച്ച 6.6%-ലെത്തുമെന്നും പ്രവചനത്തിലുണ്ട്. എന്നാൽ താരിഫ് കാരണത്താൽ അടുത്ത സാമ്പത്തിക വർഷം ഇത് 5.8%-ആയും കുറച്ചു. അതായത് താരിഫ് ആഘാതം നടപ്പ് വർഷത്തേക്കാൾ അടുത്ത സാമ്പത്തിക വർഷമായിരിക്കും ബാധിക്കുകയെന്നർത്ഥം.
എങ്കിലും ഇന്ത്യ താരതമ്യേന മികച്ച നിലയിലാണെന്നാണ് ബാങ്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള വിപണിയിൽ കുതിച്ചു സ്വർണം ട്രായ് ഔൺസിന് $4,000. തുടരുന്ന അമേരിക്കൻ ഭരണസ്തംഭനം, കൂട്ടപ്പിരിച്ചുവിടൽ ഭീഷണി, ഫ്രാൻസിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ എന്നിവയാണ് സ്വർണത്തിന്റെ കുതിപ്പിന് പിന്നിൽ. ജപ്പാനിലെ ഭരണ അനിശ്ചിതത്വവും സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിലേക്ക് ചുവടുമാറ്റാൻ നിക്ഷേപകരെ പ്രേരിപ്പിച്ചതായി മെഹ്ത ഇക്വിറ്റീസ് ലിമിറ്റഡിന്റെ വൈസ് പ്രസിഡന്റ് രാഹുൽ കലാൻട്രി പറഞ്ഞു. ആഗോള വിപണിയിൽ $3,974.6 വരെ കയറി. അതേസമയം സ്വർണം അവധിവില $4,000 കടന്നു. യുഎസിലെ പ്രധാന സാമ്പത്തിക ഡാറ്റയുടെ അഭാവവും നിക്ഷേപക വികാരത്തെ ബാധിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം അടുത്തിടെ ആഗോള വിപണിയിൽ ഉടൻ തന്നെ ഔൺസിന് $4,000 മോത്തിലാൽ ഒസ്വാൾ പ്രവചിച്ചിരുന്നു. MCX-ൽ സ്വർണം ഇതുവരെ 40% നേട്ടം നൽകി. കോമെക്സിൽ 48% നേട്ടം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2030ഓടെ ഇന്ത്യ ഖത്തർ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാകുമെന്ന് പീയൂഷ് ഗോയൽ. പ്രതിവർഷം 7.5 ദശലക്ഷം ടൺ LNG രാജ്യത്തെത്തുമെന്നും പരാമർശം. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വരിക. സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പരിഗണനാ വിഷയങ്ങളിലും ഉടൻ തീരുമാനമാവുമെന്നും ഗോയൽ വ്യക്തമാക്കി. 2028-ൽ വാതക വ്യാപാരത്തിലേക്കും രാജ്യങ്ങളെത്തും. ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുന്നതിന് ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽസ്, ഫാർമ, സംസ്കരിച്ച ഭക്ഷണം, തുണിത്തരങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, IT, ഹൈടെക് വ്യവസായങ്ങൾ, സൗരോർജ്ജം തുടങ്ങിയ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 ദിവസ ഖത്തർ സന്ദർശനത്തിനെത്തിയ ഗോയൽ ദോഹയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഖത്തർ വാണിജ്യകാര്യമന്ത്രി ഷെയ്ഖ് ഫൈസൽ ബിൻ താനി ഫൈസൽ അൽ താനിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. നിലവിലെ വ്യാപാര സാമ്പത്തിക ബന്ധം, വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കൽ, ധനകാര്യം, കൃഷി, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം എന്നിവ ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കൻ ഭരണസ്തംഭനം ഇന്ത്യ-US വ്യാപാര ചർച്ച വൈകിപ്പിക്കാൻ സാധ്യത. നവംബറോടെ ചർച്ചകളിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും വാണിജ്യ മന്ത്രാലയം. അമേരിക്കയിൽ ഭരണസ്തംഭനം തുടരുകയാണ്. ഇത് മുന്നോട്ടു പോയാൽ വ്യാപാര ചർച്ചയും വൈകും. അടുത്ത റൗണ്ട് ചർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ എന്നുമാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയത്. നേരത്തെ നിശ്ചയിച്ചതുപോലെ നവംബറോടെ ചർച്ചകളിൽ ധാരണയുണ്ടാക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഓൺലൈൻ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അമേരിക്കൻ പ്രതിനിധികൾ മന്ത്രാലയവുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും ഗോയൽ പറഞ്ഞു. ഇതുവരെ ഇരു രാജ്യങ്ങളും തമ്മിൽ 5 റൗണ്ട് ചർച്ചകളാണ് നടന്നത്. അതേസമയം നവംബർ 1 മുതൽ അമേരിക്കയിലേക്കുള്ള മീഡിയം, ഹെവി ട്രക്കുകൾക്കും 25% തീരുവ എന്ന പുതിയ പ്രഖ്യാപനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഓട്ടോ പാർട്സ് മേഖലയ്ക്ക് പരോക്ഷ ആഘാത സാധ്യതയാണ് പുതിയ താരിഫ്. അതിനിടെ ഇന്ത്യ-പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന പ്രസ്താവനയും ട്രംപ് ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശ കറൻസി സെറ്റിൽമെന്റ് പ്ലാറ്റ്ഫോം ഗിഫ്റ്റ് സിറ്റിയിൽ ഇനി ഇടപാടുകളുടെ കാലതാമസം ഒഴിവാക്കാൻ കഴിയും. ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ വിദേശ കറൻസി ഇടപാടുകൾ തീർപ്പാക്കുന്നതിനുള്ള പുതിയ സംവിധാനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്തു. ഗിഫ്റ്റ് സിറ്റിയുടെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെന്ററിൽ വിദേശ കറൻസി ഇടപാടുകളുടെ തത്സമയ തീർപ്പാക്കലാണ് ഈ സംവിധാനത്തിലൂടെ നിർവഹിക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ ഇടപാടുകൾക്ക് 36 മുതൽ 48 മണിക്കൂർ വരെ കാലതാമസമുണ്ട്. വിദേശ കറൻസി ഇടപാടുകൾ പ്രാദേശികമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഹോങ്കോങ്, ടോക്കിയോ, മനില തുടങ്ങിയ സാമ്പത്തിക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇനി ഗിഫ്റ്റ് സിറ്റിയും ചേരുമെന്ന് ധനമന്ത്രി പറഞ്ഞു. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2025-ൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. ആഗോള ഡിജിറ്റൽ ഇടപാടുകളുടെ ഏകദേശം 50% ഇന്ത്യയിലാണ് നടക്കുന്നത്. ഫിൻടെക് കമ്പനികളുടെ എണ്ണത്തിൽ രാജ്യം ഇപ്പോൾ ആഗോളതലത്തിൽ 3-ാം സ്ഥാനത്താണ്. നഗര സൗകര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഫിൻടെക് എന്ന് ധനമന്ത്രി കൂട്ടിച്ചേർത്തു. നേരിട്ടുള്ള ഡിജിറ്റൽ കൈമാറ്റങ്ങളിലേക്ക് മാറുന്നതിലൂടെ വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും കൂടുതൽ സുതാര്യതയോടും കാര്യക്ഷമതയോടും കൂടി നിക്ഷേപിക്കാനും കടം വാങ്ങാനും ഫിൻടെക് അവസരമൊരുക്കുന്നു. സാങ്കേതികവിദ്യ അപാരമായ സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ ആയുധമാക്കരുതെന്നും ഉത്തരവാദിത്തത്തോടെ സമീപിക്കണമെന്നും ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവലിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 115 രൂപയും പവന് 920 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 11,185 രൂപയും
പവന് 89,480 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധന രേഖപ്പെടുത്തി. ഗ്രാമിന് 100 രൂപ വർദ്ധിച്ച് 9,200 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളി വിലയും ഉയർന്നിട്ടുണ്ട്. ഗ്രാമിന് 1 രൂപ കൂടി 161 രൂപയിലാണ് വ്യാപാരം.